ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ അലോഹ സംയുക്തങ്ങളെക്കുറിച്ചാണ്. അലോഹ സംയുക്തങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ആദ്യമായി ചാപ്റ്ററിൽ പറയുന്നത് അമോണിയയെക്കുറിച്ചാണ്. അമോണിയ NH3 അത് നിർമ്മിക്കുന്നത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിച്ചാണ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കുന്നു. അതുണ്ടാകുന്ന അമോണിയ ഒരു ശോഷക സ്തംഭം, അതായത് ഡ്രൈയിങ് ഏജൻറ്റിലൂടെ കടത്തിവിടുന്നു. ഇങ്ങനെ അതിൽ നിന്നും പുറത്തു വരുന്ന അമോണിയ ഒരു കമിഴ്ത്തി വെച്ച ഗ്യാസ് ജാറിലാണ് ശേഖരിക്കുന്നത്. ഇവിടെ ഡ്രൈയിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്നത്, ശോഷകാരകമായി ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡാണ്, നീറ്റുകക്ക. ഇങ്ങനെ നീറ്റുകക്കയിലൂടെ കടത്തിവിടാൻ കാരണം അമോണിയയിൽ അടങ്ങിയിട്ടുള്ള ജലാംശം നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇതിലെ അടുത്ത പ്രധാന പോയിൻ്റ്, അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാറ് കമിഴ്ത്തി വച്ചിരിക്കുന്നതിന് കാരണം അമോണിയയുടെ സാന്ദ്രത, ഡെൻസിറ്റി കുറവാണ്, വായുവിനേക്കാൾ കുറവാണ്. അതിനാലാണ് ഗ്യാസ് ജാർ ഇവിടെ കമിഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന അടുത്ത പോയിൻ്റ്, അമോണിയയുടെ നിറം ഇല്ല, ഗന്ധം രൂക്ഷഗന്ധമാണ്, പഞ്ചൻ സ്മെൽ. ഗുണം ബേസിക് സ്വഭാവമാണ്, ജലത്തിലെ ലയത്വം അതായത് സൊല്യൂബിലിറ്റി വളരെ കൂടുതലാണ്, സാന്ദ്രത ഡെൻസിറ്റി വായുവിനേക്കാൾ കുറവാണ്. ഇനി രണ്ട് തരത്തിലുള്ള അമോണിയയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ലിക്കർ അമോണിയയും ലിക്വിഡ് അമോണിയയും. ലിക്കർ അമോണിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ്. അതായത് അമോണിയ ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് ലിക്കർ അമോണിയ. ഇനി ലിക്വിഡ് അമോണിയ ആണെങ്കിൽ അമോണിയ വാതകത്തെ മർദ്ദം ഉപയോഗിച്ച്, പ്രഷർ ഉപയോഗിച്ച് ദ്രാവകമാക്കുന്നു. ഇങ്ങനെ ദ്രാവകമാക്കിയ അമോണിയയാണ് ലിക്വിഡ് അമോണിയ. ഇവിടെ ജലത്തിൽ ലയിപ്പിക്കുന്നില്ല. ഇനി അടുത്ത പ്രധാന പോയിൻ്റ്, അമോണിയയുടെ നിർമ്മാണം ഹേബർ പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രധാന പോയിൻ്റാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇങ്ങനെ ഈ പ്രത്യേക ചിഹ്നമാണ് ഇരു ദിശകളിലേക്കും പ്രവർത്തനം നടക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്. ഇനി റിവേഴ്സിബിൾ റിയാക്ഷനിലെ ആദ്യത്തെ റിയാക്ഷനാണ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് റിയാക്റ്റൻസ് പ്രൊഡക്ട്സായി മാറുന്ന റിയാക്ഷനാണ് പുരോപ്രവർത്തനം, അതായത് ഫോർവേഡ് റിയാക്ഷൻ. ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ് തിരിച്ച് അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പശ്ചാത് പ്രവർത്തനം, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻസ് 3 ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നു. N2+3H2 റിവേഴ്സിബിൾ 2NH3. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം, അതായത് രാസസന്തുലനം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ പുരോപ്രവർത്തനവും, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ നടന്ന് സന്തുലനാവസ്ഥയിലെത്തുന്നു. അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ഒരു ഗ്രാഫാണത്. ഇത് ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിൻ്റെയും പശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ രണ്ടിൻ്റെയും റേറ്റ് തുല്യമായി വരുന്ന ആ ഒരു ഘട്ടമാണ് കെമിക്കൽ ഇക്വിലിബ്രിയം അഥവാ സന്തുലനാവസ്ഥ. ഇനി സന്തുലനാവസ്ഥയിലുള്ള സവിശേഷതകളാണ്, സന്തുലനാവസ്ഥയിൽ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും, അതായത് റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഉണ്ടായിരിക്കും. അതുപോലെ പശ്ചാത് പ്രവർത്തന നിരക്ക് തുല്യമായിരിക്കും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ ഒരുപോലെ നടക്കുന്നു. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. അതുപോലെ സമൃദ്ധ വ്യൂഹങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. അതായത് ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് രാസസന്തുലനം കൈവരുന്നത്.
തുറന്നു വെച്ച ഒരു ബീക്കറിൽ നമുക്ക് ഒരു രാസസന്തുലനം കെമിക്കൽ ഇക്വിലിബ്രിയം എത്തുന്നത് വളരെ പ്രയാസമായിരിക്കും. സോ സമൃദ്ധ ഉയരങ്ങളിലാണ് രാസസന്തുലനം കൈവരുന്നത്. ഈ ലെഷാർലിയർ തത്വം പറയുന്നത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം ഒരു പുനഃക്രമീകരണം നടത്തുന്നു. എന്നിട്ട് പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതിൽ പഠിക്കാനുള്ളത് ഗാഢതയുടെ സ്വാധീനമാണ്. ആദ്യം റിയാക്ഷനിൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൽ നൈട്രജനോ ഹൈഡ്രജനോ ഇവ രണ്ടും അഭികാരങ്ങളാണ്, അതായത് റിയാക്റ്റൻസ് ആണ്. ഇത് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ, അതാണ് ഗാഢത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ചേർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗാഢത കൂട്ടുകയാണെങ്കിൽ കൂടുതൽ ചേർക്കുന്നു, ഗാഢത കുറക്കുമ്പോൾ അതിൻ്റെ അളവ് കുറക്കുന്നു. ഇവിടെ അഭികാരങ്ങൾ കൂടുതൽ ചേർക്കുന്നു, അതായത് നൈട്രജനോ ഹൈഡ്രജനോ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത് കുറക്കുന്നതിന് വേണ്ടി ഈ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനായി മാറുന്നു. അതായത് പുരോപ്രവർത്തനം ഇവിടെ നടക്കുന്നു. ഇനി നൈട്രജൻ്റെയോ ഹൈഡ്രജൻ്റെയോ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഈ നൈട്രജനും ഹൈഡ്രജനും കൂട്ടുന്നതിന് വേണ്ടി ഈ റിയാക്ഷൻ തിരിച്ച് പശ്ചാത് പ്രവർത്തനം, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭികാരങ്ങൾ, അതായത് റിയാക്റ്റൻസ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പുരോപ്രവർത്തനം നടക്കുന്നു, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. ഇനി ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രൊഡക്റ്റ് നീക്കം ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി വീണ്ടും ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. ഇനി മർദ്ദത്തിൻ്റെ സ്വാധീനമാണ്. മർദ്ദം കണ്ടുപിടിക്കുന്നതിന് അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ തന്മാത്രകളുടെ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ അഭികാരങ്ങളായ റിയാക്റ്റൻ്റായ നൈട്രജനും ഹൈഡ്രജനും ഒരു N2ഉം 3 H2 ആണ് ഉള്ളത്. സോ ആകെ 4 മോൾ ഇതിലുണ്ടായിരിക്കും. ഒരു N2ഉം 3 H2ഉം ചേർന്ന് 4 തന്മാത്രകളുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ 2NH3 എന്നുള്ള ഭാഗത്ത് 2 നൈട്രജൻ രണ്ട് NH3 മാത്രമേ ഉള്ളൂ. സോ ലെഫ്റ്റ് സൈഡിൽ 4ഉം റൈറ്റ് സൈഡിൽ 2ഉം. നമുക്ക് കാണാൻ കഴിയും 4 മോൾ ലെഫ്റ്റ് സൈഡിലും 2 മോൾ റൈറ്റ് സൈഡിലും. ഇങ്ങനെയുള്ള സമയത്ത് മർദ്ദം കൂട്ടുന്ന സമയത്ത് മർദ്ദം കുറക്കുന്നതിന് വേണ്ടി അത് പുരോപ്രവർത്തനം വേഗത്തിലാവുന്നു. അതായത് അഭികാരങ്ങൾ പ്രവർത്തിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങളുണ്ടാകുന്നു. ഇവിടെ അമോണിയ നിർമ്മാണത്തിൽ ഉയർന്ന മർദ്ദം പ്രയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പോൾ മർദ്ദം കൂട്ടുമ്പോൾ മർദ്ദം കുറക്കാൻ വേണ്ടി പുരോപ്രവർത്തനം ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിലാവുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന മർദ്ദം 150 മുതൽ 300 അറ്റ്മോസ്ഫിയർ വരെയുള്ള മർദ്ദമാണ്. ഇനി ചില റിയാക്ഷനിൽ അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും എണ്ണം ഒരുപോലെയാണെങ്കിൽ, വ്യത്യാസമില്ലെങ്കിൽ മർദ്ദത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നല്ല. അതിനൊരു ഉദാഹരണമാണ് H2 + I2 gives 2HI. ഇനി സന്തുലനാവസ്ഥയും താപനിലയും. ഇവിടെ 2 തരത്തിലുള്ള റിയാക്ഷനാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനും. അതായത് താപ ആഗിരണ പ്രവർത്തനവും താപമോചക പ്രവർത്തനവും. ഈ റിയാക്ഷൻ താപമോചക പ്രവർത്തനമാണ്, അതായത് എക്സോതെർമിക് റിയാക്ഷനാണ്. താപം ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണ് കാണുന്നത്. ഇങ്ങനെ ഒരു സമയത്ത് താപം കൂട്ടുകയാണെങ്കിൽ താപം കുറക്കുന്നതിന് വേണ്ടി ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടക്കുന്നത്. കാരണം ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണ് താപം ഉള്ളത്. ആ സമയത്ത് നമ്മൾ താപം കൂട്ടുകയാണെങ്കിൽ, താപം കുറക്കണമെങ്കിൽ ബാക്ക്വേർഡ്, അതായത് പശ്ചാത് പ്രവർത്തനമാണ് നടക്കുന്നത്. സോ ഇവിടെ വളരെ കുറഞ്ഞ ഒരു താപനിലയിൽ, അതായത് താപം കുറയ്ക്കുകയാണെങ്കിൽ താപം കൂട്ടുന്നതിന് വേണ്ടി പുരോപ്രവർത്തനം വേഗത്തിലാവുന്നു. സോ ഇവിടെ വളരെ കുറഞ്ഞ താപനില ഉപയോഗിക്കാൻ കഴിയില്ല. സോ അനുകൂല താപനിലയായി 450 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഉൽപ്രേരകത്തിന് സ്വാധീനം
മനസ്സിലാക്കണം. അതായത് കാറ്റലിസ്റ്റ് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ വേഗത്തിലാക്കുന്നു. സോ ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു, സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഉൽപ്രേരകത്തിന്, അതായത് കാറ്റലിസ്റ്റിന് യാതൊരു സ്വാധീനവുമില്ല. ഇനി സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ വ്യാവസായിക നിർമ്മാണം സമ്പർക്ക പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ആദ്യം സൾഫറും ഓക്സിജനും ചേർന്ന് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. വീണ്ടും ഓക്സിജനുമായി സംയോജിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച് ഒലീയം ഉണ്ടാക്കുന്നു. ഈ ഒലീയം ജലത്തിൽ ലയിപ്പിച്ചാണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇത് നേരിട്ട് സൾഫർ ട്രയോക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കാത്തതിന് കാരണം ഈ പ്രവർത്തനം എക്സോതെർമിക് റിയാക്ഷനാണ്, അതായത് താപമോചക പ്രവർത്തനമാണ്. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ നിറം ഇല്ല, വിസ്കോസിറ്റി കൂടുതലാണ്, തീവ്രനാശക സ്വഭാവമുണ്ട്, അതുപോലെ സാന്ദ്രത ഡെൻസിറ്റി കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നു സൾഫ്യൂരിക് ആസിഡ്. ഇനി രാസഗുണങ്ങൾ, അത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് നിർജ്ജലീകരണ ഗുണം, ഡീഹൈഡ്രേഷൻ. ഇതിൽ ഉദാഹരണമായി പഞ്ചസാരയിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുകയാണെങ്കിൽ അതിലെ ജലാംശത്തെ, രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ നീക്കം ചെയ്യുന്നു, ബാക്കി കരി മാത്രം ലഭിക്കുന്നു. ഈ ഒരു ഗുണം ഉള്ളതുകൊണ്ട് ഇതിനെ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. സോ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെയാണ് ഇതിൽ നീക്കം ചെയ്യുന്നത്. ഇനി ഇതുപോലെ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റിൻ്റെ നീല നിറം ഇല്ലാതായി വെള്ള നിറം ആയി മാറുന്നു. ഇനി മറ്റൊരു ഗുണമാണ് ശോഷകാരക ഗുണം, ഡ്രൈയിങ് ഏജൻറ്റ്. ഇവിടെ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെയല്ല, പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആണ് ആഗിരണം ചെയ്യുന്നത്. സോ ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ്, HCl എന്നീ വാതകങ്ങളുടെ നിർമ്മാണ വേളയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഇനി മറ്റൊരു ഗുണമാണ് ലവണങ്ങളുമായുള്ള പ്രവർത്തനം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് മുതലായ ആസിഡുകളുടെ നിർമ്മാണത്തിന് ഈ രീതി ഉപയോഗിക്കുന്നു. അതായത് ലവണങ്ങളായ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റുമായൊക്കെ പ്രവർത്തിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ടാകുന്നു. ഓക്സീകരണ ഗുണം, ലോഹങ്ങളും അലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു. ഇനി സൾഫേറ്റ് SO4 ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ്? അതിൽ നടക്കുന്ന പ്രവർത്തനം ഇതാണ്. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ സൾഫേറ്റ് ലവണം എടുക്കുക. ഉദാഹരണമായി സോഡിയം സൾഫേറ്റ് ലായനി എടുക്കുക. ഇനി അതിലേക്ക് ബേരിയം ക്ലോറൈഡ്, അതായത് BaCl2 3-4 തുള്ളി ചേർക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു വെളുത്ത അവശിഷ്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ സൾഫേറ്റ് ലവണം ഉണ്ടായിരിക്കും. ഇനി ഈ വെളുത്ത അവശിഷ്ടത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഈ വെളുത്ത അവശിഷ്ടം ലയിക്കുന്നില്ലെങ്കിൽ തന്നിരിക്കുന്ന ലവണം, അതായത് സൾഫേറ്റ് സോൾട്ട് ആയിരിക്കും. സൾഫേറ്റ് ലവണങ്ങൾ ബേരിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് വെളുത്ത നിറത്തിലുള്ള ബേരിയം സൾഫേറ്റ് അവശിഷ്ടം, അതായത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. ഇത് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നില്ല. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ.